അവിടെ എവിടെ ഇപ്പൊ നിക്കാടെ അതാ പറഞ്ഞ ഒരുത്തൻ മരിച്ചു കേട്ടാ. കണ്ണാപ്പിക്ക് അഡ്രസ് ചന്ദ്രുവിന്റെ അഡ്രസ് കൊന്നാളെ സംസാരിക്കാൻ പോലും നിക്കത്തില്ല. കണ്ണാപ്പി സംസാരിക്കാൻ പോലും നിക്കത്തില്ലേ. ചിന്തിക്കാൻ ചാവുവേ. എടാ ബോബുട്ടാ എടാ നമുക്ക് ഒരുപോലെ അതല്ലടാ 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 ബോബേ അതല്ലടാ ഞാൻ അതോണ്ടല്ലേ ഇട്ടേ പരിപാടിയെ കൊള്ളാം. ചന്ദ്രന്റെ ഐഡിയ കൊള്ളാം. സാധനം കാണാനുള്ള അതല്ല വണ്ടി വേണേ വണ്ടി വേണേ. അയ്യോ ജർമ്മൻ പോയി. ജർമ്മൻ പോയി. ജർമ്മന്റെ വണ്ടി ഓറ നഷ്ടപ്പെട്ട് നാറി. കണ്ണന്റെ അവസ്ഥ കണ്ണ തൂങ്ങി. കണ്ണ തൂങ്ങി. കണ്ണൻ തൂങ്ങി. ഹലോ ബ്രോ. ബോബേ 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 എടാ നിന്റെ പാർട്ടിയുടെ പരിപാടി പാർട്ടി പരിപാടിയുടെ ഇതൊക്കെ എന്തായി കാര്യങ്ങളൊക്കെ? വർക്ക് നടക്കണം. എന്താ അതൊന്ന് ഫിക്സ് ചെയ്തിട്ടേ അതിപ്പോ സ്റ്റേഷനിൽ സർട്ടിഫിക്കറ്റ് പിടിക്കണ്ടേ PCC ഇലക്ഷൻ നിക്കണമെന്നില്ല. അപ്പൊ കുറച്ച് നാളെ ക്യാബിനറ്റ് ഒരു മീറ്റിംഗ് ഉണ്ട്. ക്യാബിനറ്റില്ല ക്യാബിനറ്റ് മീറ്റിംഗ് ഉണ്ട്. വരുന്നുണ്ടാ? ഇല്ല 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 ഇല്ല. ഏതിന്റെ ഹൈറ്റിന്റെ? അല്ലല്ല നല്ല ഇതേ ഇത് പൊളിറ്റിക്സ് ആണ്. ഇത് പൊളിറ്റിക്സ്. എടാ അപ്പൊ നീ അണ്ണനെതിരെ നിക്കാൻ പോണ. അതാണ് നാളെ അതൊന്നേ നോക്കണം. ബോബ് വെട്രിക് കഴകല്ലേ? ബോബ് സ്റ്റാർ വെട്രിക് കഴകം BVK. ഓക്കെ ഓക്കെ ഓക്കെ. നമ്മള് വോട്ട് എന്റെ വോട്ട് നിനക്ക് തന്നെ ബോബേ. നീ ആരടാ അതിനെ ലിഫ്റ്റ് പിടിക്കും? നീ അവിടെ ഈ അറിയില്ല. നിന്നെ ലിഫ്റ്റ് പഠിക്കുന്ന കാര്യത്തിലാണ് നിന്നെ. ചന്ദ്രന്റെ മോനാ നീ. ബോബേ കണ്ട ഇവനൊക്കെ കണ്ട ഇവനൊക്കെ ടെറർ പയ്യന്മാര് അടിച്ചോണ്ട് പോവോ? അഴിക്ക ചെറുക്ക വേണ്ട പോട്ടെ. കൈവെക്കണ്ട പുതിയ പിള്ളേരാണ് അവര് വെച്ചടിച്ചു തരും. 1973 ഓർമ്മയാണ്. എടാ എന്നാ നമുക്കൊരു പിസ്റ്റൾ ഫൈറ്റ് വെക്കാം. മുച്ചിരി എക്സ് ബോബ്. എടാ ഇൻ കേസ് ഇനി എങ്ങനെ തോക്കുവാണെങ്കിൽ മുച്ചിരി, അതായത് രണ്ടൊരു ഹെൽമെറ്റ് വെക്കാണ്ട് കളിക്കണം. ഹെൽമെറ്റ് വെക്കാണ്ട് ബോബായിട്ട് ഒൺവി കളിക്കണം. എൻ കേസ് ഈ തോറ്റ ഇന്നാണ് നിന്റെ സ്ലോട്ട് മാറ്റും. എടാ അതായത് ഒൺവി ആണ്. നീ ഹെൽമെറ്റ് മാറ്റണം, അവന് ഹെൽമെറ്റ് മാറ്റും. പേര് അയ്യേ അയ്യേ എന്താ പറഞ്ഞ? നീ ഇല്ലെന്ന് പറയുമെങ്കിൽ തന്നെ നിന്റെ സ്ലോട്ട് മാറ്റും. നീ ഇല്ലെന്ന് പറയുന്ന തന്നെ നിന്റെ സ്ലോട്ട് മാറ്റും. കാരണം 6-7 മാസം കഴിഞ്ഞിട്ട് പറഞ്ഞ ഒരുത്തൻ്റെ അവിടെ ഒൺവീൺ അടിക്കാൻ കഴിവില്ലെന്ന് പറയുകയാണെങ്കിൽ അയ്യേ നിനക്ക് നീ വെറും എടാ നീ വെറും കണ്ടീഷനാണ് നീ. എടാ 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 ബോബെ എടാ ബോബെ നീ ജയിക്കുവാണെങ്കിൽ നിന്റെ സ്ലോട്ടിൽ ഇന്നിടും. പക്ഷെ ഇവൻ തോക്കുവാണെങ്കിൽ എന്റെ സ്ലോട്ട് പോയി.
വാ. നമ്മൾ 5-6 മാസം എന്തിനാ അറിയാലോ. ഏത് അത് എടാ ഇവന് പേടിയടാ. അയ്യേ മുച്ചിരി ആർക്ക് മുച്ചിരി പേടിയടാ. അപ്പൊ നീ കളിക്കുന്നില്ലേ ഉണ്ണിയൊന്ന്? നിനക്ക് ആള് മാറിക്കോടാ. എടാ അപ്പൊ നിന്റെ സ്ലോട്ട് മാറ്റണം മുച്ചിരി. എന്തിന്? കാരണം നിനക്ക് ഇത്ര കഴിവില്ലാത്തവർ വേണ്ട നമുക്ക്. ഇത്ര പേടിയുള്ളവർ ഇത്ര പേടി അല്ല. ഞാൻ കാര്യം വേട്ടെ ഇത്ര കഴിവില്ലാത്തവർ വേണ്ട. നിന്റെ അടുത്ത് ഇപ്പൊ എടാ നിന്റെ അടുത്ത് ഇപ്പൊ അടിക്കാനാണ് പറഞ്ഞത്. നിന്റെ അടുത്ത് നീ കൊണ അടിക്കല്ല. നിന്റെ അടുത്ത് ഇപ്പൊ അടിക്കാനാണ് പറഞ്ഞത്. പറ്റുമെങ്കിൽ ഹെൽമെറ്റ് ആ 2 ഹെൽമെറ്റ് ഉണ്ട്. അവന്റെ കോൺഫിഡന്റ് ഉണ്ടാ. ലക്കില് അതാണ് ലെക്കില്ലാത്ത കളി കളിക്കുന്നത്. ലെക്ക് എന്താണ് ലെക്ക്? മാസങ്ങളായി. ബോബുട്ട ഇതൊക്കെ അടി ഹെൽത്ത് ശീലൊക്കെ അടി. ഹെൽമെറ്റ് വരെ ഇവെന്തോ ഇടാൻ പോയേട്ടാ. ഇവെന്തോ ഇടാൻ പോയേ അല്ല എന്തോ ഇടാൻ പോയി ബോബുങ്ങ. നീ അടിച്ചാ ഞാൻ നൈസായിട്ട് സപ്പോർട്ട് ചെയ്തോളാം. ഞാൻ കൊട്ട് കൊടുക്കാം. ഞാനും കൂടി ഒരു കൊട്ട് കൊടുക്കാം. ഏത് ഞാൻ മാന്യത കളഞ്ഞ് മാറി ജയിക്കണം. അവൻ ചിലപ്പോ അവന്റെ ഉടാത്തുറക്കാം. അവൻ ചില തട്ട് കൊടുക്കാം. മനസ്സിലായി തട്ടിയാൽ മതി. അവനെന്താ ഇൻഫിനിറ്റ് ഹെൽത്ത് ഒന്നും അടിച്ചു കയറ്റും കേട്ടോ. അവൻ എന്തിനും അടിച്ച് കയറ്റാൻ റോൾ ചെയ്ത് കടലിൽ പോകാനുള്ള ഇവിടുന്ന് റോൾ ചെയ്ത് പലാറ്റ ഇറങ്ങാനുള്ള ഗണ്ണ് തരാം. കിട്ടിയാ എന്റെ ഫ്രണ്ടിയാ ചന്ദ്ര ഹോസ്പിറ്റലിൽ കൊണ്ടുപോണേ. ആ എന്നാ കണ്ണു തിരിച്ച ഗണ്ണ് തന്ന് എടാ ഗണ്ണ് ഓക്കെ വാടക്കടാ. വാ ഇത് അതൊന്നും പറഞ്ഞ കാര്യമില്ല. എടാ നമ്മടെ യവനും മുച്ചിരിയും ബോബോട്ടുള്ള ഒരു ഒണ്ണിയുണ്ട്. അല്ലെങ്കിൽ സ്ലോട്ട് വിത്തൗട്ട് ഹെൽമെറ്റ്. ഓക്കെ എടാ 83 കയറി 83 കയറി 83 കയറി 83 കയറി. എടാ മുച്ചിരി 83 കയറി 83. ഒന്നാമത് കഷ്ടപ്പെട്ടാ സ്ലോട്ടിൽ നിന്ന് പോണേ. വാക്ക് പറഞ്ഞാൽ മതി. ബോബുട്ടാ ബീവിക്കടാ. ഇത് ബീവിക്കായിട്ട് ഒരു ബന്ധമില്ല. എടാ അപ്പൊ 2 റെഡി അല്ലേ? 2 കാറിന് അപ്പുറത്ത് ഇപ്പുറത്താ. ഹെൽത്തും എല്ലാം ഫുൾ അല്ലേ? ഷീൽഡും ഇവിടെ വാ. ഞാൻ നിൽക്കടുത്ത് വാ. ഇങ്ങോട്ട് വാ. മാർക്ക് ചെയ്യണ്ട. മാർക്ക് ഇങ്ങോട്ടാ. ഇച്ചിരി എന്താ ഓടുന്നേ? ചന്ദ്രനെ മുച്ചിരി അടിച്ചിട്ട് എന്തിനാണെങ്കിലും ഇല്ല ഇടയ്ക്ക് അത് ചീടി ഒണ്ണിയുണ്ട് അടിച്ചപ്പോ. കഴിവുള്ള പയ്യനാണ്. എടാ വന്ന മുച്ചിരി. ജോസൂട്ടി എടാ അത് ബഗ്ഗ. എടാ അപ്പൊ നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഹെൽത്ത് എല്ലാം ഫുൾ അല്ലേ? എടാ ഒന്ന് മാറിക്കുന്ന മച്ചൻ ഒന്ന് മാറിക്കുന്ന മുച്ചിരി 1v1 തോട്ട സ്ലോട്ട് മുച്ചിരി എത്ര പേര് കാണും? മുച്ചിരി ഫോട്ടോ അയക്കാനാ പേടിയാവുന്ന മുച്ചിരി മുച്ചിരി നിന്റെ പാട്ട് വെച്ചാ പാട്ട്. ഓക്കെ റെഡി 1 ബോബുട്ട റെഡി. മുച്ചിരി റെഡി 1 2 3 സ്റ്റാർട്ട്.
അവിടെ മരിച്ചാരോ ചന്ദ്രു വരുന്നില്ലേ? എടാ ഇത് ഞാൻ പറയട്ടെ ഇപ്പൊ ഉടായിപ്പായിരുന്നു കേട്ടോ. ഇച്ചിരി ഫുഡ് കഴിക്കാണ്ട് ചത്തുപോയ സാറേ. ഇച്ചിരി ഉടായിപ്പായിരുന്നു കുറച്ചുടായിപ്പായിരുന്നു. കാരണം ഇച്ചിരി ആദ്യമേ ചന്ദ്രൻ വണ്ടി ആദ്യമായിട്ട് എന്താ ഒന്ന് വണ്ടി അടിക്കില്ല കൊച്ചു പേരാ അടിക്കില്ല ഇത് ബഗ്ഗ മറ്റേ ബഗ്ഗ ചൂരൊരു കുത്തറാവിന്റെ കുണ്ടി ബോബിയുടെ അവസ്ഥ പൊക്കാവ് നിയമം സത്യപ്പെടാ ബാരക്ക് എന്ന് വന്ന കേറ അങ്ങോട്ട് വാ നീല വാ നീല ഇറ്റാച്ചേ ഒരു ബാനില്ല കേറ അങ്ങോട്ട് പേടിയാണോടാ എല്ലാവർക്കും പേടി ചന്ദ്രൻ. അല്ല ഞാൻ വണ്ടിക്കകത്ത് പാസഞ്ചർ ആണ് ചില്ലറ സ്പീഡ് കേട്ടാ പറയണ്ട. ഫസ്റ്റ് വീഡിയോ വരും കേട്ടോ ചന്ദ്രു. വീഡിയോ എന്തിനാ പറഞ്ഞ വണ്ടി എടുത്തോന്ന് പറഞ്ഞു. ഇപ്പൊ എന്തെങ്കിലും കാരണം കിട്ടിയാ പോരെ. ചാറ്റിൽ എല്ലാരും ബാൻ എന്ന് പറയുമ്പോ എന്ത് സുഖം കാണാൻ. അയ്യോ എന്തൊക്കെ പഴം നോക്കി നോക്കി ബ്രോ മുന്നിലൊന്ന് മാറും. ജെന്റിൽമാൻ സൈറൻ ഇട്ടാലോ? സാർ ഇടാൻ പറ്റുന്നില്ല. ഇവിടെ കൺട്രോൾ ആട്ടോ ഈ വണ്ടി. 300 കയറുന്നുണ്ട് പെട്ടെന്ന്. ചാകരയാ 100 പേരെന്തോ എടുത്താട്ടോ അവര്. ഇപ്പൊ തന്നെ 50 പേരായില്ലേ? ആരും കണ്ടില്ല വണ്ടി എടുത്ത റോഡിന്റെ ശവം. എന്തൊരവസ്ഥയാണ് ഇതൊക്കെ. ബ്രോ ബാൻ വരും. ബ്രോ ബാനൊക്കെ നമുക്ക് ബാനോ എന്ത് ബാന്? അതിനാരും കണ്ട് നമ്മൾ വണ്ടി എടുക്കുന്നത് മനസ്സിലായില്ലേ? ആരും കണ്ടില്ല. അങ്ങനെ കേട്ടിട്ടുണ്ട്. നമ്മള് ഓടിക്കോന്നാ പറയാ. ഫുള്ള് വള്ളി സാർ 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 അവിടെ പോയിട്ട് ട്രിപ്പ് പോകാൻ ടൈമായി. ബാൻ വാങ്ങാനുള്ള പേര് EMS കത്തി അങ്ങ് പോയിപ്പോ. അടി കിട്ടുവാണെങ്കിൽ എവിടെ എവിടെ അവനല്ല വേറെ ആളാണ് ഇടിച്ചതിന്റെ അടുത്ത് പറഞ്ഞത് ഫ്രീ വണ്ടി ഇരിക്കുന്നത്. അവന്മാരായിട്ട് എടുക്കണ്ടാ എന്തിനാടാ? അവർക്ക് അറിയത്തില്ലല്ലോ. ഹലോ
റേഡിയോ ഉള്ള ഒരു 40 വണ്ടി ഉണ്ടല്ലോ. പുറത്താരും ബ്രോ കാണാത്തോണ്ടാണ് ബ്രോ ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞേ. ഞാൻ ചോദിച്ചു നോർമലായിട്ട് ബ്രോയ്ക്ക് എന്തെങ്കിലും പറ്റുമോ എന്ന് ചോദിച്ചു. ഓക്കെ ഞാൻ റഫ് ഇടാനോ അല്ലെങ്കിൽ മോഡൽ എടുക്കാനോ ഞാൻ പോയിട്ടില്ല. ബ്രോയ്ക്ക് എന്തെങ്കിലും പറ്റുമോ ചോദിച്ചു. ഇല്ല കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞു ബ്രോയ്ക്ക് കൈയും കാലും വേന എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ വന്ന രീതി സംസാരിച്ചു. ഓക്കെ കൈയും കാലം എന്തെങ്കിലും വേന ഉണ്ടോ ചോദിച്ചു. അപ്പോഴേക്കും ഇപ്പൊ പാന്റ് ഊരിട്ട് പറഞ്ഞ് തിരുമ്പിത്താന്ന്. ഞാനാണ് മോഡൽ വെയിറ്റ് ചില്ല ഞാൻ സറി ഗോകുന്തി ഞാൻ സരി സന്ധി കേസൊക്കെ എങ്ങനെ സംസാരിക്കാനാണ്? രായൻ സംസാരിച്ചാണ്. ഞാൻ ഒരു അപ്പ് ഡ്രസ് നിൽക്കാൻ രായൻ സംസാരിച്ചാണ്. സംസാരിച്ചോണ്ടിരിക്കാണോ? അപ്പൊ എന്നെ ഒന്ന് വണ്ടി ഇടിച്ചു. അപ്പൊ സൈഡിൽ നിന്ന് പുള്ളി വെച്ച് മറ്റേ പുള്ളി സോറി പറഞ്ഞു. എനിക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പം മറ്റേ സൈഡിൽ നിന്ന് അവൻ പറഞ്ഞു എന്താ എടാ എന്തെങ്കിലും പറ്റിയോ, കാലിന് വേനയുണ്ടോ കൈന് വേനയുണ്ടോ മുട്ടിന് എന്തൊക്കെ ചോദിച്ചോണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു പ്രശ്നമൊന്നും ഇല്ല പറഞ്ഞു. അപ്പൊ വീണ്ടും കൺസേൺ ചെയ്ത് ചോദിക്കാം. ഞാൻ പറഞ്ഞു എന്നാ തടവി താവറോന്ന് പറഞ്ഞിട്ട് സംസാരിച്ചോട്ടെ. ഹലോ ഞാൻ സൈഡ് പറയാണ്, എന്റെ സൈഡ് പറയാണ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ലല്ലോ. എന്നിട്ട് എന്നാ തടവി താവറോന്ന് പറഞ്ഞപ്പോ അവനതങ്ങ് ട്രിഗറായി. ട്രിഗറായി നിനക്ക് എവിടെ അങ്ങനെ ഫുൾ താളമായി. ഞാൻ അത്ര പറഞ്ഞോളൂ. ഞാൻ വേറെ ഒന്നും മിണ്ടി പോലും ഇല്ല. ഇത്ര ട്രിഗർ ആവേണ്ട ആവശ്യം എനിക്ക് അറിഞ്ഞൂടാ. ഇത്രയാണ് ഉണ്ടായിട്ടുള്ളൂ. വണ്ടി ഞാനും VNV ചെയ്തൊരു പുള്ളിയും കൂടിയാണ് വണ്ടി ഓടിച്ച് വന്നത്. അവന് നല്ല കത്തലായിരുന്നു. ഞാൻ ഇവിടെ വന്ന് ഇവനെ ഈ പുള്ളീനെ തട്ടി. ഓക്കെ വണ്ടി തട്ടി ഇവൻ വീണ്. ഇവന്റെ കൂട്ടർ വേറെ രണ്ടുപേരും കൂടി വീണിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. ഓക്കെ ഞാൻ ഓൺ സ്പോട്ടിൽ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് അവനോട് കളിയാക്കി പറഞ്ഞാ നീ എന്തെങ്കിലും കണ്ടായിരുന്നോ, 2-3 പേരെ തട്ടിയിട്ടുണ്ട്, എന്തായാലും ഇപ്പൊ കേസാവെന്ന് പറഞ്ഞു ഞാൻ. ഓക്കെ അപ്പോഴാണ് ഈ പുള്ളി ഓടി വന്നത്. അല്ലല്ല അപ്പം VNV ഒരുത്തനായിരുന്നത്. വണ്ടി സിറ്റിസൺ വണ്ടിയായിരുന്നു. ഞാൻ അവനും കൂടി വരുമായിരുന്നു അവിടുന്ന്. ഓക്കെ അപ്പൊ വണ്ടി അപ്പൊ ഈ പുള്ളി ഇവിടെ വന്നു. ഞാൻ വളരെ ഫണ്ണായിട്ടാണ് സംസാരിക്കുന്നത്. ഞാൻ മോശമായ രീതിയിൽ അല്ലെങ്കിൽ സംസാരിച്ചിട്ടില്ല. ഞാൻ ചോദിച്ചാൽ എന്തെങ്കിലും പറ്റുമോ ചോദിച്ചു. ഇല്ലായിരുന്നു. അപ്പൊ ഞാൻ ജസ്റ്റ് ചോദിച്ചു കൈക്ക് കാലിൽ എന്തെങ്കിലും വേന ഉണ്ടോ എന്ന് ചോദിച്ചു. ഓക്കെ അത് ആ പറഞ്ഞ പാടെ പാന്റ് ഊരി എന്നോട് പറഞ്ഞു ബാക്കി ഇതാണ് ഉണ്ടായത്. അപ്പൊ ബ്രോ ഞാൻ പറഞ്ഞോട്ടെ ബ്രോ പറഞ്ഞ തമാശന്ന് പറഞ്ഞല്ലോ. രണ്ട് രീതിയിൽ വേറെ രീതി വേറെ സംസാരിച്ചല്ല. ഞാനൊന്നും വേണ്ടിയില്ല. ചന്തി കേസൊക്കെ എങ്ങനെയാ വള്ളി എന്തായാലും ബാക്കപ്പ് ഒക്കെ വിളിക്കണ്ടേ? എനിക്ക് പറ്റില്ല. എന്ത് ചന്തിക്കാസൊക്കെ വള്ളിയെടുത്തോടെ അടിച്ച് തിരിച്ചു കളയാട്ടോ എല്ലാത്തിനെയും. ഓൾറെഡി ഞാൻ ഒരു കാര്യമുണ്ട്. ഞാൻ സീരിയസ്ലി ഒരു കാര്യം പോയി TG ആയിട്ട് എടുക്കാൻ നിൽക്കണ്ട. കാരണം വെച്ചാൽ അവര് നമ്മുടെ മാനിയായിട്ട് നിൽക്കുന്നത് ഇപ്പം ഭയങ്കര മാനിയായിട്ട് നിൽക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളവര് വീട്ടിൽ തല്ലി വെറുപ്പിക്കില്ലേ? ഓൾറെഡി അവിടെ നിങ്ങന്നെ മുതുക്കോ ഭയങ്കര കത്തലാ അവിടെ. ഇങ്ങോട്ടോടാ ഇങ്ങോട്ടോ ഇങ്ങോട്ടോടാ
ഞാൻ ഈ ഡ്രസ്സിലൊക്കെ ഒന്ന് എങ്ങനെ സംസാരിക്കുന്നേ? ഞാൻ മാറി ഇന്നവിടെ. മറ്റേ ഔട്ട്ഫിറ്റ് ബാഗ് ചെയ്യുന്നില്ല. കണ്ണും കാണാതെയൊക്കെ വന്ന് അവിടെ അങ്ങനെ കാണിച്ചത് വലിയ സീനൊന്നുമല്ല ഞാൻ പറയാം. പക്ഷെ ഇത് ഗ്യാങ് അന്ന് പറഞ്ഞില്ല അണ്ണ, ഞാൻ തൊട്ടടുത്ത് ഇവ റെഡി ആയിരുന്നു പറഞ്ഞ് ഇങ്ങോട്ടൊന്ന് വന്നേക്കാൻ. നല്ല രീതിയിൽ നിക്കണം. നമ്മളിപ്പോ ആ അണ്ണാ അടിയായിപ്പോഴേ അവന്മാരെല്ലാരും കൂട്ടി വന്നു പെട്ടെന്ന്, മനസ്സിലായി? ഒറ്റയടിക്ക് വന്നു. അപ്പൊ അവന്മാരെല്ലാരും കൂടി ആൾക്കാർ വന്ന് കോണയായിട്ട് ചിലപ്പോ അടിയാവുന്ന വിചാരിച്ചിട്ടാണ് റെഡി. അവന്മാർക്ക് നല്ല അവൾക്ക് അവര് സിറ്റുവേഷൻ എടുക്കാൻ വേണ്ടി നിൽക്കാം. നമ്മളായിട്ടല്ല ആരെങ്കിലും ആയിട്ട് എടുക്കാൻ നിൽക്കാം. നോക്ക് എടാ ഞാൻ നോക്കിപ്പോണേ അവൻ പറഞ്ഞു വലിയ കോളുണ്ട് ഇവിടെ ഇങ്ങോട്ടൊന്ന് വന്ന റെഡി. ഞാനും വിളിക്കാന്ന് പറഞ്ഞ് വിളിച്ചാണ്. അത് സീല്ല. നീ തമാശ എടുക്കണമെന്ന് പറഞ്ഞ അതവിടെ തീർന്നിരിക്കും പറയാം. മനസ്സിലായി? അവൻ പറഞ്ഞ നിന്നെ ഇടിച്ചത് അവര് തമാശയായിട്ടാണെങ്കിൽ നീ ചെയ്ത തമാശയായിരുന്നു. അപ്പുറമൊന്നും ഇല്ല. ഞാൻ കുളച്ചൊന്നുമില്ല. അല്ല കഴിഞ്ഞു ഡിസ്കഷൻ വേണ്ട കഴിഞ്ഞു. ചിൽ ഇത് വെരി ബാഡ് വെരി ബാഡ് പോണം. വെരി ബാഡ്. എന്റെ കയ്യിൽ ജാക്കറ്റ് ഉണ്ടാകുന്ന പോയല്ല. ഞാൻ ഒരു അടി പ്രതീക്ഷിച്ചു ഗോകുന്റെ സൈഡിൽ നിന്ന്. ഹലോ ഒന്നുകൂടെ സംസാരിച്ചേ. എടാ രായ കഴിയാന്നല്ലോ അമ്മ. എടാ വള്ളി നിറക്കണ്ടാ ഇനിയിപ്പോ. എടാ ഒന്നത്തെ എടാ ഞാൻ അതായത് ആളില്ലല്ലോ വള്ളി നിറക്കണ്ടാ. നമ്മളായിട്ട് പോണ്ട. ആളില്ല. ഇങ്ങോട്ട് വരുന്ന പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നമ്മളായിട്ട് അങ്ങോട്ട് പോണ്ട.